അവസാനം സ്വർഗത്തിൽ കടക്കുന്ന ആളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വയബ്ഖാ റജുലുൻ ബൈനൽ ജന്നത്തി വന്നാരി. അവസാനം സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരാൾ ബാക്കിയാകും, ഒരാൾ മാത്രം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഹുവ ആഖിറു അഹ്ലിന്നാരി. അയാൾ ആരാണ്? നരകത്തിലെ അവസാനത്തെ മനുഷ്യനാണ്. എന്നിട്ട് മുഖ്ബിലുൻ ബിവജിഹിഹി ഖിബലന്നാർ. അയാൾ നരകത്തിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചായിരിക്കും നിൽക്കുന്നത്. അദ്ദേഹം നരകത്തിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചാണ് ഉള്ളത്. ആ അവസാനത്തെ ആള്, അയാൾ അവസാനായിട്ട് സ്വർഗത്ത് കിടക്കുന്ന ആളാണ്. അങ്ങനെ നരകത്തിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ച് അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയും ആരോട്? അള്ളാഹുവിനോട്, യാ റബ്ബി, ഓ എൻ്റെ റബ്ബെ, ഇസ്രിഫ് വജിഹി അനിന്നാർ. ഈ നരകത്തെ തൊട്ട് എന്നെ മുഖം ഒന്ന് തിരിച്ചു തരുമോ? എൻ്റെ ഈ നരകം ഞാനിങ്ങനെ കാണുകയാണല്ലോ, അപ്പോൾ ഈ കാണുന്നതൊന്ന് എന്നെ ഒന്ന് തിരിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയാണ്, കാരണം എന്താണെന്നറിയോ? ഖദ് ഖശബനി റീഹുഹാ. ആ നരകത്തിൻ്റെ പുക എൻ്റെ തരിമൂക്കിൽ നിറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന്. ആ നരകത്തിൻ്റെ പുക എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അല്ലാഹുവേ. അതുകൊണ്ട് എന്നെ ഒന്ന് ഈ നരകത്തിൻ്റെ ഭാഗത്തേക്ക് എന്നെ ഒന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ മാത്രമല്ല അദ്ദേഹം പറയാണ്, വ അഹ്റഖനി ദക്കാഉഹാ. അതിൻ്റെ തീജ്വാല എന്നെ കരിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ആ തീജ്വാല, ആ നരകത്തിൻ്റെ തീജ്വാല വന്നിട്ട് എന്നെ കരിക്കുന്നുണ്ട്, എൻ്റെ ശരീരത്തിലേക്ക് അത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല അയാളോട് ചോദിക്കും, ഹൽ അസൈത ഇൻ ഫുഇല ദാലിക ബിക അൻ തസ്അല ഗൈറ ദാലിക. എന്നെ അങ്ങനെ ആക്കി തന്നാൽ നീ മറ്റ് വല്ല കാര്യങ്ങളും ചോദിക്കോ? പിന്നെയും ചോദിക്കോ എന്ന് ചോദിച്ചു. അങ്ങനെ ആക്കിത്തരാം, അങ്ങനെ ആക്കി തന്നാൽ നീ വേറെ വല്ലതും ചോദിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ്, ലാ വ ഇസ്സത്തിക്ക, ഇല്ല പഠിച്ചോനെ, അത് കിട്ടിയാൽ മതി. നരകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഒന്നിങ്ങി തിരിച്ചു തന്നാൽ മതി, അങ്ങനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യോ? കാരുണ്യവാനായ അള്ളാഹു ഫയസ്രിഫുല്ലാഹു വജ്ഹഹു അനിന്നാരി. അള്ളാഹു തആല എന്ത് ചെയ്യും? അവൻ്റെ മുഖത്തെ നരകത്തെ തൊട്ട് തിരിച്ച് ഇങ്ങോട്ടാക്കി കൊടുക്കും, സ്വർഗത്തിൻ്റെ ഭാഗത്തേക്ക് ആക്കി കൊടുക്കും. ഫഇദാ അഖ്ബല ബിഹി അലൽ ജന്ന. അങ്ങനെ അവൻ സ്വർഗത്തിൻ്റെ ഭാഗത്തേക്ക് ആയി നിൽക്കും. അങ്ങനെ റആ ബഹ്ജതഹാ സകത മാഷാ അല്ലാഹു അൻ യസ്കുത. അങ്ങനെ എന്ത് ചെയ്യുന്നറിയോ? സ്വർഗത്തിൻ്റെ ഭംഗി ഇങ്ങനെ കാണും ഇയാൾ. അള്ളാഹു ഉദ്ദേശിച്ചത്ര അങ്ങനെ അടങ്ങി നിൽക്കും. കാരണം എന്താ പറഞ്ഞത്? പഠിച്ചവനോട് പറഞ്ഞെന്താ? ഇനി ഈ നരകത്തെ തൊട്ട് എനിക്ക് സ്വർഗത്തിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു തന്നാൽ പിന്നെ ഞാനൊന്നും ചോദിക്കൂല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു? കുറേ നേരം സ്വർഗം ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം അടങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹിനോട് പറഞ്ഞ ആ കാര്യം അദ്ദേഹത്തിന് പാലിക്കാൻ കഴിഞ്ഞില്ല. സ്വർഗം കണ്ടിട്ട് അത്രയും നല്ല സ്ഥലമാണല്ലോ സ്വർഗം. അപ്പോൾ അദ്ദേഹത്തിന് അടങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി ഖദ്ദിംനി ഇൻദ ബാബിൽ ജന്ന. പഠിച്ചോനെ, എന്നെ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്തേക്കൊന്ന് എത്തിക്കണേ എന്ന് പറഞ്ഞു. സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്തൊക്കെ എത്തിച്ചാൽ മതി, സ്വർഗത്ത് കടത്തണമെന്നും പറഞ്ഞില്ല. സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്തൊക്കെ ഒന്ന് എത്തിച്ചേരുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ അള്ളാഹു ചോദിക്കും, നീ പറഞ്ഞിട്ടില്ലേ നേരത്തെ ചോദിച്ചതല്ലാത്ത മറ്റൊന്നും ചോദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? നരകത്തെ തൊട്ട് എന്നെ ഒന്ന് തിരിച്ചു തന്നാൽ മതി എന്നല്ലേ നേരത്തെ നീ പറഞ്ഞത്. ഇപ്പം നീ എന്താ പറയുന്നത്? പഠിച്ചോനെ സ്വർഗത്തിൻ്റെ വാതിലേക്ക് ഒന്ന് എത്തിച്ചേരണേന്നല്ലേ പറയുന്നത്. അപ്പോൾ നീ നേരത്തെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിനോട് ഈ മനുഷ്യൻ പറയാണ്, യാ റബ്ബി, ഓ എൻ്റെ റബ്ബേ, ലാ അക്കൂന അഷ്കാ ഖൽഖിക്, പഠിച്ചോനെ നിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഭാഗ്യം കെട്ടവനായി എന്നെ നീ ആക്കരുതേ, ഭാഗ്യഹീനനായി നീ എന്നെ ആക്കരുതേ, ഭാഗ്യമില്ലാത്തവനാക്കരുതേ പഠിച്ചോനെ. നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഭാഗ്യമില്ലാത്തവൻ ഞാനായി പോകരുതേ പഠിച്ചോനെ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു തആല അവനോട് ചോദിക്കുക വീണ്ടും, എന്ത്? ഫമാ അസൈത ഇൻ ഉഅ്തിയത ദാലിക അൻ ലാ തസ്അല ഗൈറഹു, അത് കഴിഞ്ഞാൽ പിന്നെ നീ വേറെ വല്ലതും ചോദിക്കുമോ എന്ന് ചോദിച്ചു. ഇനി സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്തൊക്കെ എത്തിച്ചാലേ പിന്നെ ഇങ്ങനെ ചോദിക്കുക വേറെ എന്തെങ്കിലും? ലാ അസ്അലു ഗൈറ ദാലിക, ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല പഠിച്ചോനെ, ഞാൻ വേറെ ഒന്നും ചോദിക്കൂല. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയാം അല്ലാഹു തആല? ഫയുഖദ്ദിമുഹു ഇലാ ബാബിൽ ജന്ന, അങ്ങനെ അയാൾ എന്ത് ചെയ്തു? സ്വർഗത്തിൻ്റെ വാതിൽക്കലേക്ക് എത്തിക്കും. നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം. ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്യും? സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിനെ എത്തിക്കും. അദ്ദേഹം പറഞ്ഞതുപോലെ ആക്കി കൊടുക്കും. അങ്ങനെ ഫഇദാ ബലഗ ബാബഹ, സ്വർഗത്തിൻ്റെ വാതിലിങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ ഫറആ സഹറതഹ വമാ ഫീഹാ, അതിലുള്ള തിളക്കം അദ്ദേഹം കാണും. അതിലെ ആ എല്ലാ സന്തോഷങ്ങളും അദ്ദേഹം കാണും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ അടങ്ങി നിൽക്കും. അതൊക്കെ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ കാണുകയാണ്. സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ്. സ്വർഗത്തിലെ സൗകര്യങ്ങൾ, സ്വർഗത്തിലെ സംവിധാനങ്ങൾ, അതിങ്ങനെ കണ്ട് അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അടങ്ങി നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് പിന്നെയും ചോദിക്കാനാണ് തോന്നുന്നത് അള്ളാഹുവിനോട്. എന്നിട്ട് അദ്ദേഹം കുറേ നേരം അടങ്ങി നിൽക്കും. എങ്ങനെയാ ഞാൻ ചോദിക്കാന്നൊക്കെ വിചാരിച്ച് അള്ളാഹു ഇനി എന്താ പറയുക, ഏതായാലും ചോദിക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ചോദിച്ചു, യാ റബ്ബി അദ്ഖിൽനിൽ ജന്ന, എൻ്റെ റബ്ബേ എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. എൻ്റെ റബ്ബേ എന്നെ ഒന്ന് സ്വർഗത്തേക്ക് കടത്തി തരുമോ? വാതിലിൻ്റെ അടുത്തെത്തില്ലേ, ഇനി സ്വർഗത്തിൽക്കൊന്ന് കടത്തി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു തആല പറയാണ്, വൈഹക് യബ്ന ആദമ മഗ്ദറക്, കഷ്ടം തന്നെ മനുഷ്യ, കഷ്ടം തന്നെ മനുഷ്യ, നീ ഇങ്ങനെ വാക്കുകൾ മാറുന്നത് എന്താണ്? വാക്ക് ഇങ്ങനെ മാറുന്നത് എന്താണ്? ഇത് മതി, നരകത്തെ തൊട്ട് തിരിച്ചാൽ മതി എന്ന് പറഞ്ഞ്, പിന്നെ പറഞ്ഞ് സ്വർഗവാതിലിൻ്റെ അടുത്തേക്ക് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ്, ഇപ്പം ചോദിക്കുന്നത് എന്താ? സ്വർഗത്തേക്ക് കടക്കട്ടെ, സ്വർഗത്തിൽ കൊന്ന് കടത്തണേ എന്നല്ലെങ്കിൽ ചോദിക്കുന്നത്. വാക്ക് എന്താ അങ്ങനെ മാറുന്നത് എന്ന് ചോദിച്ചു. നീ പറഞ്ഞിട്ടില്ലേ എന്നോട് വേറൊരു കാര്യവും ഞാൻ ചോദിക്കൂല, സ്വർഗവാതിൽക്കൽ എത്തിച്ചു തന്നാൽ മതി എന്ന്. അപ്പോൾ ഈ മനുഷ്യൻ പറയും, യാ റബ്ബി, ഓ എൻ്റെ റബ്ബേ, ലാ തജ്അൽനി അഷ്ഖാ ഖൽഖിക്, എന്നെ നീ നിന്റെ അടിമകളിൽ വെച്ച് ഏറ്റവും നിർഭാഗ്യവാനാക്കരുതേ അല്ലാ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ നിന്റെ അടിമകളിൽ ഞാനായി പോകരുത് പഠിച്ചവനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഫയൽഹഖുല്ലാഹു അസ്സ വജല്ല, ഇത് കേട്ട് അല്ലാഹു തആല ചിരിക്കും. ഇത് കേട്ട് അല്ലാഹു തആല ചിരിക്കും. ഇവൻ്റെ വർത്താനം കേട്ട് അല്ലാഹു ചിരിക്കും. സുമ്മ യഅ്ദനു ലഹു ഫീ ദുഖൂലിൽ ജന്ന, അങ്ങനെ അല്ലാഹു തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പിന്നെ അല്ലാഹു തആല എന്ത് ചെയ്യും? അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ സ്വർഗത്തിൽ കടന്നാലോ അല്ലാഹു തആല അവനോട് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയാൻ പറയും. അങ്ങനെ അവന്
ആഗ്രഹങ്ങളൊക്കെ പറയും. ഓരോ ആഗ്രഹങ്ങളും പറയും. ഇന്നതൊക്കെ വേണം എന്ന് പറയും. അപ്പോൾ അല്ലാഹു തആല അവനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊടുക്കും. ഇന്ന സംവിധാനങ്ങളൊക്കെ, സ്വർഗത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും. അങ്ങനെ അവന് അതൊക്കെ പറയും. എന്നിട്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല അവനോട് പറയും, ലക്ക ദാലിക വമിസ്ലുഹു മഅഹു, ഇതെല്ലാം നിനക്ക് നൽകുന്നു. ഇതൊക്കെ ഇതാ നിനക്ക് നൽകുന്നു. നീ ചോദിച്ചതൊക്കെ അല്ലേ, അതൊക്കെ ഇതാ നിനക്ക് ഞാൻ നൽകുന്നു. കൂടെ അതിന് തുല്യമായതും ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വർഗത്തിൽ സുഖിക്കുകയാണ്. സ്വർഗത്തിലെ ഒരുപാട് സുഖങ്ങൾ അദ്ദേഹത്തിന് അല്ലാഹു തആല അനുവദിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ സംഭവം ആര് പറഞ്ഞാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ വിഷയമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രത്തോളം ഉണ്ട്. നരകത്തിലെ അവസാനത്തെ മനുഷ്യനാണ് ഇയാളോടാണ് അല്ലാഹു തആല ഇങ്ങനെ പെരുമാറിയത്. മാത്രമല്ല, സ്വർഗത്തിൽ കടക്കുന്ന അവസാനത്തെ ആളാണ് ഇയാൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു തആല ഈ അവസാനത്തെ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഈ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അവതരിപ്പിച്ചു തരികയാണ്. അപ്പോൾ അള്ളാഹു വലിയ കാരുണ്യവാനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അള്ളാഹു വലിയ സ്നേഹം നമുക്ക് നൽകും. അള്ളാഹുവിൻ്റെ നരകം അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല, ഒരു നിമിഷം പോലും സഹിക്കാൻ കഴിയില്ല. മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ അവർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണല്ലോ. അപ്പോൾ ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ നമുക്ക് കഴിയോ? ഒരു നിമിഷം പോലും നമ്മളെ കൈ തീയിലേക്ക് വെക്കാൻ, ദുനിയാവിലെ തീയിലേക്ക് വെക്കാൻ നമ്മൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. പിന്നാണോ നരകത്തിൻ്റെ തീ? നരകത്തിൻ്റെ തീ എന്ന് പറയുന്നത് ഒരുപാട് ശക്തിയുള്ള തീയാണ്. ദുനിയാവിനേക്കാളും നരകത്തിലെ തീക്ക് വലിയ ശക്തിയുണ്ട്. ആ ശക്തിയുള്ള തീയിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ നമുക്ക് കഴിയില്ല. മാത്രമല്ല, അത് കാണാൻ പോലും നമുക്ക് കഴിയില്ല. അതിൻ്റെ അടുത്തേക്ക് വരെ അടുക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും വലിയ ഗൗരവമുള്ള വീടാണ് നരകം എന്ന് പറയുന്നത്. നമുക്കൊക്കെ സ്വർഗമാണ് ലഭിക്കേണ്ടത്. അപ്പോൾ ഈ കാരുണ്യവാനായ അള്ളാഹു പറഞ്ഞതുപോലെ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് അള്ളാഹു സ്വർഗം നൽകും. നരകത്തിൽ ഒരു നിമിഷം പോലും കടക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ആവേണ്ടത് എങ്ങനെയാണ്? നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളാണ് നമ്മൾ ആവേണ്ടത്. അള്ളാഹു കാരുണ്യവാനാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക, നമ്മളും കുടുംബമൊക്കെ. എന്നാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, അവൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളെ കുടുംബത്തിനെയൊക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ കുടുംബസമേതം കടന്ന് സന്തോഷിക്കാൻ നമുക്കും കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.